The next term is preparedness. I repeat, preparedness. Now let us see what is preparedness. It is the protective process that embraces measures which enable government, communities and individuals to respond rapidly to disaster situations to cope with them effectively. Preparedness is the protective process that embraces measures which enable governments, communities and individuals to respond rapidly to disaster situations to cope with them effectively. അതായത് ഗവൺമെന്റ്സിനെയും കമ്മ്യൂണിറ്റീസിനെയും ഇൻഡിവിജ്വൽസിനെയും ഡിസാസ്റ്റർ സിറ്റുവേഷനുമായി കോപ്പപ്പ് ചെയ്യാനും അതുമായിട്ട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനും ഇഫക്റ്റീവായിട്ട് ഡിസാസ്റ്റർ സിറ്റുവേഷനുമായി കോപ്പപ്പ് ചെയ്യാനും വേണ്ടിയുള്ള മെഷേഴ്സ്, പ്രൊട്ടക്റ്റീവ് പ്രോസസ് ദാറ്റ് എംബ്രേസസ് ദി മെഷേഴ്സ്. അതായത് ഗവൺമെന്റ്സിനും കമ്മ്യൂണിറ്റീസിനും ഇൻഡിവിജ്വൽസിനും എല്ലാം ഈ ഡിസാസ്റ്റർ സിറ്റുവേഷൻസിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും ഡിസാസ്റ്റർ സിറ്റുവേഷനുമായി ഇഫക്റ്റീവായിട്ട് കോപ്പപ്പ് ചെയ്യാനും ഡിസാസ്റ്റർ സിറ്റുവേഷനോട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനും വേണ്ടി പറയുന്ന മെഷേഴ്സ്, അതിനെയാണ് പ്രിപ്പയർനെസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണം, നമ്മൾ അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് പറയില്ല, അതാണ് ഈ പ്രിപ്പയർനെസ്. ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ നമ്മൾ ആ സിറ്റുവേഷനുമായി എങ്ങനെ കോപ്പപ്പ് ചെയ്യുന്നു, എങ്ങനെ ഇഫക്റ്റീവായി കോപ്പപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിസാസ്റ്റർ ഉണ്ടായാൽ ആ സിറ്റുവേഷന് നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കാൻ പാടില്ല. അപ്പൊ അതിനൊക്കെ ഉള്ള മെഷേഴ്സ്, അത് ആർക്കൊക്കെ കൊടുക്കുന്ന മെഷേഴ്സ് ആണ്? ഗവൺമെന്റ്സിനും കമ്മ്യൂണിറ്റീസിനും ഇൻഡിവിജ്വൽസിനും ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് ആ സിറ്റുവേഷനുമായി ഇഫക്റ്റീവായിട്ട് പൊരുത്തപ്പെട്ടു പോകാനും അതുപോലെ തന്നെ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ റാപ്പിഡ് ആയിട്ടുള്ള റെസ്പോൺസ് തരാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മെഷേഴ്സ് ആണ് പ്രിപ്പയർനെസ്. അതിനെയാണ് പ്രിപ്പയർനെസ് എന്ന് പറയുന്നത്. സോ പ്രിപ്പയർനെസ് ഇസ് ദ protective process which embraces measures which enable government, communities and individuals to respond rapidly to disaster situation, to cope with them effectively. ഡിസാസ്റ്റർ സിറ്റുവേഷനോട് ഇഫക്റ്റീവായിട്ട് കോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? റാപ്പിഡ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യണം. അതിനുവേണ്ടി ഗവൺമെന്റിനും കമ്മ്യൂണിറ്റീസിനും ഇൻഡിവിജ്വൽസിനും കൊടുക്കുന്ന പ്രൊട്ടക്റ്റീവ് പ്രോസസ് അല്ലെങ്കിൽ മെഷേഴ്സിനെയാണ് പ്രിപ്പയർനെസ് എന്ന് പറയുന്നത്. So measures taken before a disaster event which are aimed at minimizing loss of life, disruption of critical services and damage when the disaster occurs. So preparedness എന്ന് പറയുന്നത് എന്താണ്? It encompasses those measures taken before disaster. So preparedness encompasses measures taken ബിഫോർ ഡിസാസ്റ്ററിന് മുമ്പ് എടുക്കേണ്ട മെഷേഴ്സിനെയാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത് എങ്ങനത്തെ മെഷേഴ്സ് ആണ്? വിച്ച് ആർ എയിംഡ് അറ്റ് മിനിമൈസിംഗ് ലോസ് ഓഫ് ലൈഫ്, that are aimed at minimizing loss of life, disruption of that are aimed at minimizing loss of life, then disruption of critical services,
and also damage. When disaster occurs. അതായത് ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ എന്തെല്ലാം സംഭവിക്കാം? ഒരു ഡിസാസ്റ്റർ കൊണ്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ലോസ് ഓഫ് ലൈഫ്, ഡിസ്റപ്ഷൻ ഓഫ് ക്രിട്ടിക്കൽ സർവീസസ് ആൻഡ് ഡാമേജസ്. സോ when a disaster occurs, following will occur. So as a result of disaster, there will be loss of life, disruption of critical services and damages. So those measures which are taken before disaster to minimize the loss of life, disruption of critical services and damages which may occur when disaster occurs. So അതിനെയാണ് പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ലോസ് ഓഫ് ലൈഫിനെയും ഡിസ്റപ്ഷൻ ഓഫ് ക്രിട്ടിക്കൽ സർവീസസ് ആൻഡ് ഡാമേജസിനെയും മിനിമൈസ് ചെയ്യാൻ എടുക്കുന്ന മെഷേഴ്സ്, അതും ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുമ്പ് എടുക്കുന്ന മെഷേഴ്സ്, അതിനെയാണ് പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ലോസ് ഓഫ് ലൈഫിനെയും ഡിസ്റപ്ഷൻ ഓഫ് ക്രിട്ടിക്കൽ സർവീസസിനെയും ഡാമേജസിനെയും മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഡിസാസ്റ്ററിന് മുമ്പ് എടുക്കുന്ന മെഷേഴ്സിനെയാണ് പ്രിപ്പയർഡ്നെസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ പ്രിപ്പയർഡ്നെസ് encompasses measures taken before disaster. Preparedness encompasses measures which are taken before disaster. Those measures aim at minimizing loss of life, disruption of critical services and damage when disaster occurs. So as a result of disaster, there may be loss of life and disruption of critical services and damages. So those measures which are taken before disaster to minimize these losses due to disaster are included in preparedness. So preparedness means preparedness is the protective process that embraces measures which enable government, communities and individuals to respond rapidly to disaster situations to cope with them effectively. Preparedness encompasses measures taken before disaster event which are aimed at minimizing loss of life, disruption of critical services and damage when disaster occurs. Next is mitigation. Mitigation embraces measures taken to reduce both the effect of the hazard and vulnerable conditions to it in order to reduce the scale of a future disaster. Mitigation embraces measures taken to reduce both effect of the hazard and the vulnerable conditions to it in order to reduce the scale of a future disaster. നമുക്കറിയാം, ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഹസാർഡ്സും വൾനറബിൾ കണ്ടീഷൻസും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിയുമ്പോൾ എന്താണ് ഹസാർഡ് എന്നും അവിടുത്തെ വൾനറബിൾ കണ്ടീഷൻസ് എന്തുവാണെന്നും നമുക്ക് മനസ്സിലാവും. അപ്പം ഇനിയൊരു ഹസാർഡ് ഉണ്ടാകുമ്പോൾ, അതേപോലെ ഇനിയൊരു ഹസാർഡ് സോ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഹസാർഡും വൾനറബിൾ കണ്ടീഷൻസും എല്ലാം മനസ്സിലാവും. സോ ഇതേപോലെ ഒരു ഡിസാസ്റ്റർ, അതായത് ഫ്യൂച്ചറിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ഈ ഹസാർഡിന്റെയും വൾനറബിൾ കണ്ടീഷൻസിന്റെയും ഇഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന മെഷേഴ്സിനെയാണ് മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. സോ മിറ്റിഗേഷൻ എംബ്രേസസ് മെഷേഴ്സ് ടേക്കൺ ടു reduce both the effect of hazard and the vulnerable conditions to it. To reduce the effect of both hazard and vulnerable conditions to it in order to reduce the scale of future disaster. So those measures which are taken to reduce both the effect of hazard and vulnerable conditions to it in order to reduce the scale of future disaster. So in order to reduce the impact of a future disaster, certain measures are taken to reduce both the effect of hazard and vulnerable conditions to it. And these measures are embraced in mitigation. നമുക്ക് ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ ഹസാർഡും വൾനറബിൾ കണ്ടീഷൻസും കുറച്ചുകൂടെ അറിയാൻ പറ്റും. അപ്പം നമ്മൾ ഒരു ഡിസാസ്റ്ററിനെ വെച്ചുകൊണ്ട് ഫ്യൂച്ചറിൽ ഈ ഡിസാസ്റ്റർ ഇനി ഉണ്ടായാൽ അത് കാരണമുള്ള ആ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഡിസാസ്റ്ററിന്റെ സ്കെയിൽ അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് നമുക്ക് കുറയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഹസാർഡിനെയും വൾനറബിൾ കണ്ടീഷൻസിനെയും റെഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന മെഷേഴ്സിനെയാണ് മിറ്റിഗേഷനിൽ
ഉൾപ്പെടുത്തുന്നത്. So mitigation embraces measures taken to reduce both the effect of the hazard and vulnerable conditions to which in order to reduce the scale of a future disaster. Measures taken to reduce both the effect of hazard and vulnerable conditions to reduce the scale of future disaster. Now, mitigation activities can be focused on hazard itself or the elements exposed to threat. So, mitigation activities. Mitigation activities focus on. ഇത് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? It focus on hazard itself. Either the hazard or elements exposed to threat. ഒന്നെങ്കിൽ ഹസാർഡിനെ ഫോക്കസ് ചെയ്യും അല്ലെങ്കിൽ ത്രെറ്റുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള എലമെന്റ്സിനെ ഫോക്കസ് ചെയ്യും. So mitigation embraces measures taken to reduce both the effect of hazard and the vulnerable conditions to which in order to reduce the scale of a future disaster. Therefore, mitigation activities can be focused on the hazard itself or the elements exposed to the threat. This is about mitigation. Need for assessment. Before steps can be taken to reduce risk and vulnerability, they must be first understood. അതായത് before we take steps to reduce risk and vulnerability, they must first be understood. Before we take any step to reduce risk and vulnerability, first we have to understand the risk and vulnerability. റിസ്കിനെയും വൾണറബിലിറ്റിയെയും കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും സ്റ്റെപ്സ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനെ നന്നായിട്ട് മനസ്സിലാക്കണം. So vulnerability assessment and risk analysis allow for identification of areas or critical concern and help to guide mitigation efforts. So why do we need assessment? That is, before steps are taken to reduce risk and vulnerability, they must be understood. So vulnerability assessment and risk analysis. So vulnerability assessment and risk analysis allow for identification of areas, of critical concern and help to guide mitigation efforts. So എന്താണ് പറയുന്നത്? നമ്മൾ വൾണറബിലിറ്റി അസസ്മെന്റും റിസ്ക് അനാലിസിസും ചെയ്യുവാണെങ്കിൽ നമുക്ക്
ക്രിട്ടിക്കൽ ഏരിയാസ് ഓഫ് ക്രിട്ടിക്കൽ കൺസേണിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതനുസരിച്ച് മിറ്റിഗേഷൻ എഫേർട്സിനെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ വൾനറബിലിറ്റി അനാലിസിസും വൾനറബിലിറ്റി അസസ്മെന്റും റിസ്ക് അനാലിസിസും ഒക്കെ ചെയ്യുവാണെങ്കിൽ ഏരിയാസ് ഓഫ് ക്രിട്ടിക്കൽ കൺസേണിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അത് നമ്മുടെ മിറ്റിഗേഷൻ സ്റ്റെപ്സ് എഫേർട്സിനെ സഹായിക്കും. അതുകൊണ്ടാണ് പറയുന്നത് വി നീഡ് ടു അസസ് റിസ്ക് ആൻഡ് vulnerability before we take any step to reduce risk and vulnerability. അത് അസസ്മെന്റ് ചെയ്യുന്നതിനുള്ള ഗുണം എന്താണ്? We can identify areas of critical concern which will help to guide mitigation efforts. So there are variety of methods by which assessments can be conducted. ഈ അസസ്മെന്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. And organizations such as National Oceanic and Atmospheric Administration have even developed their own tools to aid this process. അപ്പോൾ ഈ അസസ്മെന്റിന് വേണ്ടി ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. അതുപോലെ തന്നെ National Oceanic and Atmospheric Administration have developed their own tools to aid this process. National Oceanic and Atmospheric Administration have developed their own tool for assessment. അതായത് ഈ അസസ്മെന്റ് ചെയ്യാൻ വേണ്ടി നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ ഹാവ് ഡെവലപ്ഡ് ദെയർ ഓൺ ടൂൾസ് വരുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. ത്രെറ്റ് ഓർ വൾനറബിലിറ്റി അസസ്മെന്റ് ആൻഡ് റിസ്ക് അനാലിസിസ്, ഹോൾ ബിൽഡിംഗ് ഡിസൈൻ ഗൈഡ്, റിസ്ക് ആൻഡ് വൾനറബിലിറ്റി അസസ്മെന്റ് ടൂൾ ആൻഡ് ഓൾസോ കമ്മ്യൂണിറ്റി വൾനറബിലിറ്റി അസസ്മെന്റ് ടൂൾ. നാഷണൽ oceanic and atmospheric administration അവര് ഫോർമുലേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ടൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ത്രെറ്റ് ഓർ വൾനറബിലിറ്റി അസസ്മെന്റ്. Threat or vulnerability assessment and risk analysis. And risk analysis, that is whole building design guide, whole building design guide, then risk and vulnerability assessment tool, risk and vulnerability assessment tool, then last one community vulnerability assessment tool. Community vulnerability assessment tool. So these are the tools developed by National Ocean and Atmospheric Administration for assessment of risk and vulnerability. And the tools are threat or vulnerability assessment and risk analysis, whole building design guide, risk and vulnerability assessment tool, and then the last one community vulnerability assessment tool. അപ്പോൾ നമ്മൾ എന്തിനാണ് അസസ് ചെയ്യുന്നത്? മിറ്റിഗേഷൻ എഫേർട്സിനെ സഹായിക്കുന്ന വിധം ക്രിട്ടിക്കൽ ഏരിയാസ് ഓഫ് ക്രിട്ടിക്കൽ കൺസേൺ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് വൾനറബിലിറ്റി അസസ്മെന്റ് ആൻഡ് റിസ്ക് അനാലിസിസ് ചെയ്യുന്നത്. അതായത് റിസ്ക് റിഡക്ഷൻ ആൻഡ് വൾനറബിലിറ്റിക്ക് വേണ്ടിയുള്ള സ്റ്റെപ്സ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ വൾനറബിലിറ്റി അസസ്മെന്റ് ആൻഡ് റിസ്ക് അനാലിസിസ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏരിയാസ് ഓഫ് ക്രിട്ടിക്കൽ കൺസേൺ കണ്ടെത്താം. ഏരിയാസ് ഓഫ് ക്രിട്ടിക്കൽ കൺസേൺ കണ്ടെത്തുന്നത് കൊണ്ട് മിറ്റിഗേഷൻ എഫേർട്സിനെ അത് സഹായിക്കും. അതിനുവേണ്ടി ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ പറയുന്ന മെത്തേഡ്സ് ആണ് ത്രെറ്റ് ഓഫ് വൾനറബിലിറ്റി അസസ്മെന്റ് ആൻഡ് റിസ്ക് അനാലിസിസ്, റിസ്ക് ആൻഡ് വൾനറബിലിറ്റി അസസ്മെന്റ് ടൂൾ ആൻഡ് കമ്മ്യൂണിറ്റി വൾനറബിലിറ്റി അസസ്മെന്റ് ടൂൾ.